കേരളത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം മൂന്നാർ. മഹാത്മാഗാന്ധി ദണ്ഡി മാർച്ച് ആരംഭിച്ച സ്ഥലം സബർമതി ആശ്രമം. ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ ആയ അഗ്നിയുടെ ശില്പി ഡോക്ടർ APJ അബ്ദുൽ കലാം. ദൂരദർശന്റെ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി ISRO രൂപകൽപ്പന ചെയ്ത സാറ്റലൈറ്റ് ശൃംഖല ഗ്രാംസാറ്റ്. കേരള സർവോദയ സംഘത്തിന്റെ ആദ്യത്തെ അധ്യക്ഷൻ K. കേളപ്പൻ. അശോക ചക്ര ബഹുമതി നേടിയ ആദ്യ ഭാരതീയ വനിത ഗ്ലോറിയ ബെറി. ഇന്റർഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് നടപ്പിലാക്കിയ ആദ്യത്തെ ഭാരതീയ നഗരം ബാംഗ്ലൂർ. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഹെയ്ലി നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ സമ്മാനം ജ്ഞാനപീഠം അവാർഡ്. ജ്ഞാനപീഠം അവാർഡ് ഏർപ്പെടുത്തിയ വ്യവസായ പ്രമുഖൻ ശാന്തി പ്രസാദ് ജെയിൻ. പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് G. ശങ്കരക്കുറുപ്പ്. പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കൃതി G. ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴൽ. ബ്രഹ്മപുത്രയുടെ ദാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം അസം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിനിമാ തിയേറ്ററുകളുള്ള സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ആദ്യത്തെ എഴുത്തച്ഛൻ അവാർഡ് നേടിയ സാഹിത്യകാരൻ ശൂരനാട് കുഞ്ഞൻപിള്ള. ഇന്ത്യൻ കരസേനയുടെ ആസ്ഥാനം ന്യൂഡൽഹി. ജെറ്റ് വിമാനം പറത്തിയ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ത്രീ ക്യാപ്റ്റൻ നിവേദിത ബാസിൻ. ബംഗാളിന്റെ നെക്ലേസിന്റെ ലോക്കറ്റ് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ഡാർജിലിംഗ്. ഐക്യരാഷ്ട്ര പൊതുസഭയുടെ പ്രസിഡന്റായിരുന്ന ഭാരതീയ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ്. അന്റാർട്ടിക്കയിൽ ഭാരതം ആദ്യമായി നിർമ്മിച്ച ഗവേഷണ കേന്ദ്രത്തിന്റെ പേര് ദക്ഷിൺ ഗംഗോത്രി. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത് ബാലഗംഗാധര തിലകൻ. ദിൻ ഇലാഹി എന്ന മതം സ്ഥാപിച്ചത് അക്ബർ. ദേശബന്ധു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഭാരതീയ നേതാവ് CR ദാസ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലം പുതുപ്പൊന്നാനി പാലം. ഒരു ഇന്ത്യൻ പൗരന് ലഭിക്കാവുന്ന പരമോന്നത സർക്കാർ ബഹുമതി ഭാരതരത്നം. അവസാനമായി ഇന്ത്യ വിട്ട വിദേശികൾ പോർച്ചുഗീസുകാർ. ഉത്തർപ്രദേശിലെ സരയൂ നദീതീരത്തുള്ള പ്രസിദ്ധമായ സ്ഥലം അയോധ്യ. ഗംഗ യമുന നദികളുടെ സംഗമ സ്ഥാനം അലഹബാദ്. സോമനാഥ ക്ഷേത്രം കൊള്ളയടിച്ച മുസ്ലിം ഭരണാധികാരി മുഹമ്മദ് ഗസ്നി. കർണാടക സംഗീതത്തിന്റെ പിതാവ് പുരന്ദരദാസൻ. വിക്രമാദിത്യ രാജാവിന്റെ തലസ്ഥാനം ഉജ്ജയിനി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിമ ഗോമാദേശ്വര പ്രതിമ. കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം ചെറുതുരുത്തി. ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവിന് ജന്മം നൽകിയ ഗവേഷക ഡോക്ടർ ഇന്ദിര ഹിന്ദുജ. കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ച ദിവസം 1991 ഏപ്രിൽ 18. ഇന്ത്യ പുറത്തിറക്കിയ സൂപ്പർ കമ്പ്യൂട്ടർ പരം 9000. ഇന്ത്യയിൽ സംസ്കൃതം സംസാരിക്കുന്നവർ മാത്രം താമസിക്കുന്ന ഏക ഗ്രാമമാണ് കർണാടകയിലെ മാറ്റൂർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രി ഡോക്ടർ BR അംബേദ്കർ. ഇൻസാറ്റിന്റെ വികസിത രൂപം ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ്. ഇന്ത്യയുടെ വിവിധോദ്ദേശ ഉപഗ്രഹത്തിന്റെ പേര് ഇൻസാറ്റ്. ഭൂമിയെപ്പറ്റി പഠനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഭാസ്കര. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ. കേരളത്തിൽ കൂടി കടന്നുപോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH-47. കേരളത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം മൂന്നാർ. മഹാത്മാഗാന്ധി